ഇതെൻ്റെ മോളുടെ ബർത്ത്ഡേയുടെ അന്നത്തെ ഒരു ചെറിയ വീഡിയോ ആണ് കേട്ടോ. ഓഗസ്റ്റ് 20th അവളുടെ ബർത്ത്ഡേ ഉണ്ടായിരുന്നത്. ഒരു ചെറിയ രീതിയിലുള്ള ആഘോഷം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, 1 മണിക്കൂർ നേരത്തേക്ക്. കാരണം അവർക്ക് ഓണപ്പരീക്ഷ നടക്കുമായിരുന്നു. അതുകൊണ്ട് തന്നെ ഞങ്ങൾ വളരെ ലിമിറ്റ് ചെയ്തിട്ടാണ് അത് സെലിബ്രേറ്റ് ചെയ്തത്. എന്നാലും ആഘോഷങ്ങൾക്കൊട്ടും കുറവുണ്ടായിരുന്നില്ല കേട്ടോ. ഒരു ചെറിയ കേക്ക് കട്ടിങ്ങും അതേപോലെ ഞാനൊരു മന്തി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അത് തന്നെയാണ് ഇന്നത്തെ സ്പെഷ്യൽ. അവരുടെ 2 ഫ്രണ്ട്സിനെയും കൂടി ക്ഷണിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. എനിക്ക് എൻ്റെ ആമിക്കുട്ടീനെ കുറിച്ച് എത്ര പറഞ്ഞാലും മതിയാവില്ല കേട്ടോ. കാരണം അതെല്ലാ അമ്മമാർക്കും അങ്ങനെ തന്നെ ആയിരിക്കും. സ്വന്തം മക്കളെക്കുറിച്ച് പറയാൻ ഒട്ടും വാക്കുകൾ ഉണ്ടാവില്ലായിരിക്കും. എനിക്കും അങ്ങനെ തന്നെ. ഇവളെൻ്റെ ഏറ്റവും ബെസ്റ്റ് ഫ്രണ്ടാണ് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഇവൾ കഴിഞ്ഞിട്ട് എനിക്ക് വേറെ ഫ്രണ്ട്സ് തന്നെ ഉള്ളൂ എന്ന് വേണമെങ്കിൽ പറയാം. അവൾ എന്നെ സ്നേഹിക്കുന്നത്, അവൾ എന്നെ കെയർ ചെയ്യണത്, അവൾ എന്നെ പാമ്പർ ചെയ്യണത്, അവൾ എന്നെ മോട്ടിവേറ്റ് ചെയ്യണത്, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അവളെ കെയർ ചെയ്യുന്നതിനേക്കാളും സ്നേഹിക്കുന്നതിനേക്കാളും പാമ്പർ ചെയ്യുന്നതിനേക്കാളും മോട്ടിവേറ്റ് ചെയ്യുന്നതിനേക്കാളും ഒക്കെ അധികമാണ് അവൾ എന്നെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തരുന്ന ഒരു സ്നേഹം എന്ന് പറയണത്. രണ്ടാമതൊരു കുഞ്ഞ് പെട്ടെന്നുണ്ടായപ്പോൾ എൻ്റെ വീട്ടുകാരും നാട്ടുകാരും എന്തിനു പറയണ ബന്ധുക്കളെല്ലാവരും എന്നെ കളിയാക്കുകയും പരിഹസിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. എന്തിനായിരുന്നു പെട്ടെന്ന് രണ്ടാമത്തെ ഒരു കുഞ്ഞ് എന്നൊക്കെ ചോദിച്ചിട്ട്. പക്ഷേ അന്ന് എനിക്കത് വല്ലാത്ത വിഷമം ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിലും ഇന്ന് ഞാൻ ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ. പെൺകുഞ്ഞുങ്ങൾ ഉണ്ടാവുക എന്ന് പറയുന്നത് ഒരു വലിയ അനുഗ്രഹമാണ് കേട്ടോ. ദൈവത്തിൻ്റെ അനുഗ്രഹമുള്ളവർക്ക് മാത്രമാണ് പെൺകുട്ടികൾ ഉണ്ടാവുക എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അങ്ങനെ കുറച്ച് നേരത്തെ ആഘോഷ പരിപാടികൾക്കൊക്കെ വിരാമം ഇട്ടിട്ട് അവർ വീണ്ടും ഓണപ്പരീക്ഷയുടെ ചൂടിലേക്ക് പോയേട്ടോ. വളരെ സന്തോഷത്തോടുകൂടി ഭംഗിയായി ഏറ്റവും സമാധാനത്തോടു കൂടി നടന്ന ഒരു ബർത്ത്ഡേ സെലിബ്രേഷൻ ആയിരുന്നു ഇത്.